മനുഷ്യത്വം മരവിക്കാത്ത കുറേ നല്ല മനുഷ്യർ നമ്മുടെ ഈ ഭൂമിയിലുണ്ട്. ഇത് പറയുവാനുള്ള കാരണം കോട്ടുവള്ളി പഞ്ചായത്തിലെ കൈതാരം കൊച്ചമ്പലം ഭാഗത്ത് പതിവ് പോലെ രാവിലെ ഹരിതകർമ്മ സേനാംഗങ്ങളായ ലതയും വിനീതയും ചിത്തിരയും പ്ലാസ്റ്റിക് മാലിന്യം ശേഖരിക്കുവാൻ വീടാന്തരം കയറിയിറങ്ങുകയായിരുന്നു. വർഷങ്ങളായി ഈ ജോലി ചെയ്യുന്ന ലതയും അടുത്തിടെ ജോലിയിൽ ചേർന്ന വിനീതയും ചിത്തിരയും ചേർന്ന് ഓരോ വീട്ടിൽ നിന്നും പ്ലാസ്റ്റിക് ശേഖരിച്ചുകൊണ്ട് വരികയായിരുന്നു. അവരുടെ ഒരു ദിവസം അങ്ങനെ തന്നെ നീങ്ങുകയായിരുന്നു. നെൽക്കുന്നശ്ശേരി ബാദേൽ വീട്ടിൽ റോഷ്നി വിൽസന്റെ വീട്ടിൽ നിന്നും പ്ലാസ്റ്റിക് മാലിന്യത്തിനൊപ്പം കുറച്ച് പഴയ വസ്ത്രങ്ങളും അവരുടെ കൈകളിൽ കിട്ടി. അതൊന്നും പ്രത്യേകമായി നോക്കാതെ മറ്റെല്ലാ വീടുകളിൽ നിന്നുമുള്ള പ്ലാസ്റ്റിക് ശേഖരിച്ചതിനു ശേഷം വാർഡിലെ കമ്മ്യൂണിറ്റി ഹാളിൽ വന്ന് അവർ ഇരുന്നു. വിശപ്പോടെ ഭക്ഷണം കഴിക്കുവാൻ തുടങ്ങിയപ്പോൾ ലതയ്ക്ക് വസ്ത്രക്കൂട്ടിന് ഇടയിൽ നിന്ന് എന്തോ മിന്നുന്നതായി തോന്നി. അവൾ അതെടുത്ത് നോക്കിയപ്പോൾ ഒരു ചെറിയ പെട്ടി. തുറന്നു നോക്കിയപ്പോൾ കണ്ണ് തിളങ്ങുന്ന രീതിയിൽ പാദസരം, മാല, കമ്മലുകൾ, കൈച്ചെയിനുകൾ എല്ലാം ചേർന്ന് 5.5 പവനോളം വില വരുന്ന സ്വർണ്ണാഭരണങ്ങൾ. ആദ്യം അതൊരു സാധാരണ ധാതു ആകുമോ എന്ന് അവർ സംശയിച്ചു. ഉരച്ചു നോക്കുമ്പോഴാണ് അത് ശുദ്ധ സ്വർണമാണെന്ന് അവർ മനസ്സിലാക്കിയത്. ലത ഉടൻ തന്നെ വാർഡംഗമായ സിന്ധു നാരായണൻകുട്ടിയെ ഈ വിവരം അറിയിച്ചു. ഭക്ഷണം കഴിക്കാതെ തന്നെ മൂവരും പഴയ വസ്ത്രങ്ങൾ ലഭിച്ച വീട്ടിലേക്ക് ഓടിയെത്തി. അവിടെ റോഷ്നി വിൽസൺ കരഞ്ഞുകൊണ്ട് വിഷമിച്ചു നിൽക്കുന്ന കാഴ്ചയാണ് അവർ കാണുന്നത്. പെട്ടി നഷ്ടപ്പെട്ടതറിഞ്ഞ് അവർ അതീവ ദുഃഖത്തിലുമായിരുന്നു. അവർ സ്വർണ്ണാഭരണ പെട്ടി കൈമാറിയപ്പോൾ റോഷ്നിയുടെ മുഖം സന്തോഷം കൊണ്ട് നിറഞ്ഞു തുളുമ്പി. സമാധാനത്തിലുമായി നന്ദിയും ആശ്വാസവും നിറഞ്ഞ കണ്ണുകളോടെ അവർ അവരെ നോക്കി. ലതയ്ക്ക് ഹരിതകർമ്മസേനയുടെ ആരംഭം മുതൽ തന്നെ ഈ ജോലി ചെയ്യാനുള്ള അനുഭവം ഉണ്ടായിരുന്നു. വിനീതയും ചിത്തിരയും അടുത്ത കാലത്താണ് ഈ ജോലിയിൽ പ്രവേശിക്കുന്നതും. കൈതാരം ബ്ലോക്കുപടി കൃഷിഭവൻ റോഡിനടുത്താണ് മൂവരും താമസിക്കുന്നതും. പക്ഷേ ആ ദിവസം അവർ കാണിച്ച ആ സത്യസന്ധതയും ഉത്തരവാദിത്വ ബോധവും മുഴുവൻ സമൂഹത്തിന് ഒരു പ്രചോദനമാകട്ടെ.